ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് ഇവിടെ സി പി എമ്മും പല കാര്യങ്ങളും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ളതാണ്. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അന്തർധാര കൊണ്ട് പറഞ്ഞല്ലോ. ഒരു ശങ്കരാടി ഒരു സിനിമയിൽ സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലോ, അന്തർധാര വളരെ സജീവമായിരുന്നു എന്ന്. അങ്ങനെ വളരെ സജീവമായ അന്തർധാര ഇവർ തമ്മിലുണ്ടെന്നുള്ളത് ഉറപ്പാണ്. വലിയ നീക്കുപോക്കുകളാണ് നടക്കുന്നത്. ഇതെങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാഷ്ട്രീയത്തിലാവുമ്പോൾ എന്തും ചെയ്യാമല്ലോ. നിത്യമായിട്ട് അത് ഒരു എന്നേക്കുമുള്ള ഒരു ശത്രുതയില്ല, എന്നേക്കുമുള്ള ഒരു ബന്ധുത്വമില്ല ഇതിനകത്ത് എന്നിവർ പറയും. എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് കൊണ്ടുവന്ന് ഇത്രയും പെട്ടെന്ന് ഇതിന് ഒരു അംഗീകാരം കൊടുപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ, അതായത് ബി ജെ പി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ ഏതാണ്ട് ഒരു ബലിയാടാക്കിയ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ തീരുമാനം വരുന്നത്. പ്രസിഡന്റിനെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുന്നതിൻ്റെ വരുന്നത്, ആ തീരുമാനം വരുന്നത്. അല്ല, നേരെ മറിച്ച് ഇവിടെ ഇന്ന് വലിയ എതിർപ്പുണ്ടായതാണ്. നിയമസഭാ ചർച്ചകൾ അന്നൊന്ന് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ, അസംബ്ലിയിലുണ്ടായ ചർച്ചകൾ അന്ന് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ അത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് ഈ പ്രൊവിഷൻ ആദ്യമേ വന്നപ്പോൾ അതിനെ വളരെ എതിർത്ത് അത് വേണ്ട എന്ന് തീരുമാനിച്ചു. നമുക്കിത് വേണ്ടെന്ന് എല്ലാവരും കൂടെ ഐകകണ്ഠ്യേന തീരുമാനിച്ചു പോയ ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് അംഗീകാരം കൊടുക്കത്തില്ല. അപ്പോൾ ഈ അംഗീകാരം ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ളത് ശ്രീ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കാണ്, അല്ലാതെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല. അപ്പോൾ പിന്നെ വേറെ കാര്യമുള്ളത്, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മേളിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് അതിൽ വിജയിച്ച ഒരു തോന്നലും ഇതിൽ നിന്നുണ്ടാവും. കാരണം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വിവരവും ഇല്ലാതെ ഇതെടുത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. പ്രസിഡന്റ് അയച്ചു കൊടുത്തപ്പോൾ അന്തസ്സായിട്ട് കൂളായിട്ട് എടുത്ത് റെഡിയാക്കി ഇനി വിട്ടു എന്ന്. അതും വരാം, ഇങ്ങനെയൊക്കെ വരാം. ഇതൊന്നും ഒരു ചർച്ചയില്ലാതെയും ഒക്കെ പാസ്സാക്കിയ കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും അങ്ങനെയൊക്കെ വന്നേക്കുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് കൊണ്ടുവന്ന് എന്ത് ഫാസ്റ്റായിട്ടാണ് രാഷ്ട്രപതിയെ കൊണ്ട്. എന്നാൽ രാഷ്ട്രപതിക്ക് ഇത് എവിടെ എടുത്തു വെച്ചുകൂടായിരുന്നു? ചോദിക്കാൻ ഒക്കത്തില്ലല്ലോ, വെക്കാമല്ലോ. കാരണം ഇത് അത്രത്തോളം വിവാദമുണ്ടാക്കുന്ന ഒരു അമെൻമെൻറ്റ് ഭേദഗതി തന്നെയാണ്. അതവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് തീരുമാനിച്ചത് അത് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞ, ഇതിനകത്ത് എല്ലാം ഒരുപാട് കളികളാണ് നടക്കുന്നത്. രാഷ്ട്രീയമായ ഒരുപാട് നീക്കുപോക്കുകളാണ്. അതായത് ഇവിടെ ചെയ്തത് ശരിയാണ് എന്നുള്ളതാണ്. ഇത് ഏത് ശരി? ലോകായുക്ത പോലുള്ളൊരു പ്രസ്ഥാനം, ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ട, അതായത് അഴിമതി തുടച്ചു നീക്കേണ്ട ഒരു പ്രസ്ഥാനം, അത് നടക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ആ പ്രസ്ഥാനം അതിൻ്റെ പല്ലും നഖവും പറിച്ചു കളയുന്ന വിധത്തിലുള്ള ഒരു അമെൻമെൻറ്റ് ഇവിടെ ഗവർണർ അത് ഒപ്പിടാൻ വിസമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് അദ്ദേഹം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. രാഷ്ട്രപതി തീരുമാനം എടുത്തോട്ടെ, കാരണം ഇനി ഇദ്ദേഹം സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ ഒന്നും നടത്തിയെന്നുള്ള ധാരണ വേണ്ടെന്ന് വിചാരിച്ച് അയച്ചു കൊടുത്തു. അതെടുത്ത് വെച്ചിട്ട് പെട്ടെന്നാണ് അവിടെ ഗവൺമെൻറ് നേരെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാതെ പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. റെക്കമെൻഡ് ചെയ്തത് എന്താണ്? ഇത് കുഴപ്പമില്ല, നമ്മുടെ ലോക്പാൽ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള അമെൻമെൻറ്റേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ലോക്പാൽ കൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ലോക്പാലിൻ്റെയൊക്കെ ആവശ്യം വന്നത് പണ്ട് നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി അവരെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ യഥാർത്ഥത്തിൽ ലോക്പാലിൻ്റെ ആ പ്രശ്നം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കൊണ്ടുവന്ന് അവിടെ തെരുവിൽ ഒരാൾ കിടന്ന് സമരം ചെയ്തല്ലോ, അയാളെ ഇപ്പം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് അയാൾ എവിടെ പോയെന്നറിയാമോ? ഇന്നാളെ ഇടയ്ക്കൊന്ന് ഇറങ്ങാമെന്ന് ശ്രമിച്ചു, പക്ഷേ ക്ലച്ച് പിടിച്ചില്ല, പിന്നെ കയറിപ്പോയി. അതിൽ ഒച്ച വലിയുന്ന കാര്യമാണ്. ആദ്യം ഇറങ്ങി വന്നു, വലിയ ബഹളം ഉണ്ടായി, വലിയ പ്രശ്നമായി, അവിടെ കിടന്നു, ശരിയാക്കിയെടുത്തു. ഏതായാലും ഡൽഹിയിൽ അത് കാരണം കോൺഗ്രസിൻ്റെ ഭരണം അവസാനിച്ചു. അതാണ് നടന്നേ, അതുകൊണ്ട്, അല്ലാതെ വേറെ നടന്നില്ല. അത് ഇവർക്ക്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നു. അന്ന് അതിന് ശേഷമാണ് ഈ ലോക്പാൽ ഉണ്ടാക്കിയപ്പോഴോ ഒരു പ്രയോജനവും ഇല്ലാത്ത നിയമമാണ് അത്. ഒന്നുമില്ല, ഇതേപോലെ പല്ലും നഖമില്ലാത്ത ഒരു അതോറിറ്റി, ആ രീതിയിലാണ്. അത് കുറേ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു മെത്തേഡ് എന്നുള്ളതല്ലാതെ ഇത് രണ്ടുകൊണ്ടും പ്രയോജനമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ അമെൻമെൻറ്റ് ഈ വന്നതോടുകൂടി ഒന്നും നടക്കത്തില്ലെന്ന് നമുക്ക് ബോധ്യമായല്ലോ. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല.
ഇനി മറ്റുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് ഈ ലോകായുക്തയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റില്ലേ, അവരെ അന്വേഷിച്ചാൽ പോരെ. ഈ ലോകായുക്തയിൽ ഇതുപോലെ രണ്ട് മൂന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ ഇരുത്തി അവർക്ക് ഹൈക്കോടതി ജഡ്ജിമാരുടെ എല്ലാ ആനുകൂല്യവും, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, സകലവിധ ചെലവും ഉണ്ടാക്കി കൊടുക്കുക, സാമ്പത്തിക ബാധ്യത നികുതിദായകന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തിനിത് ഈ സിസ്റ്റം? എന്തിന്? ഒരു വെള്ളാന കമ്മീഷൻ എന്നുള്ളതല്ലാതെ ആ രീതിയിലേക്ക് തതപ്പതിച്ചതല്ലേ? അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇനി? അത് ഈ പ്രത്യേക സമയത്ത് ഇത്രയും അടിയന്തര പ്രാധാന്യത്തോടു കൂടി രാഷ്ട്രപതിയെ കൊണ്ട് ഇതിന് അംഗീകാരം കൊടുപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി എഴുതാപ്പുറം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ അംഗീകാരം കിട്ടിയല്ലോ. അംഗീകാരം കിട്ടിയപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിക്ക് ചങ്കൂറ്റത്തോടുകൂടി പറയാം, എൻ്റെ തീരുമാനം ശരിയാണ്, തീരുമാനം ജനങ്ങൾ കേൾക്കണം, ഇതാണ് തീരുമാനം. അതായത് ലോകായുക്ത കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ട കാര്യമില്ല, നേരെ മറിച്ച് നിയമസഭയ്ക്ക് ഒരു തീരുമാനം എടുക്കാം. അതെന്തോ തീരുമാനമാണെന്ന് നമുക്കറിയാം. അപ്പം നിയമസഭയുടെ ഭൂരിപക്ഷം ഇല്ലാതെ, നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതെ ആർക്കും മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല. എന്ത് തലച്ചോറില്ലാത്ത ഒരു അമെൻമെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മുഖ്യമന്ത്രിക്കെതിരെ ഈ നിയമസഭ ഏതെങ്കിലും നിയമസഭ പറയുമോ? ഇല്ല. അവർ നിയമസഭയ്ക്ക് തന്നെ മുഖ്യമന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പുറത്തു പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ മുഖ്യമന്ത്രി കുറ്റം ചെയ്ത് കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഒരു അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് ഇരിക്കുന്നത് നിയമസഭയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതിനകത്തൊക്കെ ഈ ജഡ്ജിമാർ, അതായത് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെന്ന് പറയുന്നവർ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതേപോലെ ശമ്പളം പറ്റാനും ആനുകൂല്യം പറ്റാനും ജനങ്ങളെ കാർന്ന് തിന്നാനും അവരുടെ നികുതിപ്പണം ഭക്ഷണമാക്കാനായിട്ടും പോകരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട്, ഒരു അഭ്യർത്ഥനയുണ്ട്.